ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹണി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ കഴിക്കുന്ന കേക്കിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ളൊരു കേക്കാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. അതിലേക്ക് 1/4 കപ്പ് തന്നെ തേനാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം ബട്ടർ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഒരു പത പോലെ വരും. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് പതഞ്ഞ് വരും. എന്നിട്ട് കൈയെടുക്കാതെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കളർ മാറി വരും. അതുവരെ ഇളക്കി കൊടുക്കണം. ഈ കളർ മാറി ഇത്രയും കട്ടിയായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിൽ കൂടുതൽ കട്ടിയാക്കരുത്, തണുക്കുമ്പോൾ ഒരുപാടങ്ങ് കട്ടിയായി പോവും. ഈ സമയത്ത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് മാറ്റണം. ഇനി ഞാൻ 4 മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് മൈദ മാവ് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് അടിച്ചെടുക്കാം. മുട്ട വെള്ളയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാര ഒന്നും ചേർക്കണ്ട, മുട്ടവെള്ളം മാത്രം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പഞ്ചസാരയും തേനും ചേർത്തിട്ടുള്ള ആ മിശ്രിതം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നാൽ മതി, ഒരുപാട് ചൂടായിട്ട് എടുക്കരുത്. അതിലേക്ക് മുട്ട മഞ്ഞ അടിച്ചത് ഒഴിക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയ ചൂടുള്ളത് കൊണ്ട് ഇതുപോലെ ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മാവിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് മുഴുവനും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് മുട്ട വെള്ളം അടിച്ചത് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട വെള്ളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഈ ബാറ്റർ മുട്ട വെള്ളം അടിച്ച പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തത്. 5 ഇഞ്ചിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നല്ല ഹൈറ്റ് കിട്ടുള്ളൂ കേക്കിൽ. ഇതിപ്പോൾ ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. 5 ഇഞ്ചിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റുള്ള കേക്കായിട്ട് ഈ ബാറ്ററിൽ തന്നെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ OTGയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTGയിൽ 35 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. 40 മിനിറ്റാണ് വെച്ച് കൊടുത്തത്. 35 മിനിറ്റ് ആയപ്പോൾ ഇനി ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പായിട്ട് ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള പാലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മിക്സായിട്ട് വരും. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഈ പാൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കേക്ക് ക്രീം ചീസ് റോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ക്രീം ചീസ് ഞാൻ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ക്രീം ചീസാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തതാണ്. അത് ക്രീമിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചീസ് ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോവുകയൊന്നുമില്ല, കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അഥവാ ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കേക്ക് ഞാൻ തണുത്തപ്പോൾ ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം, എന്നിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ കേക്കിന് നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോ ലെയറും എത്ര കനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള അതും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കേക്കിൽ അതുപോലെ തന്നെ 3 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 7 ലെയറായിട്ടാണ് ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം നമ്മൾ പാൽ വെച്ചിട്ടാണ് ഞാൻ വെറ്റ് ചെയ്തത്. അതിപ്പോൾ എൻ്റെ ഫോണ് ഒന്ന് ഓഫായിപ്പോയി ആ സമയത്ത്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇനി ഞാനിത് നന്നായിട്ട് വെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ക്രീം വെച്ചാൽ മതി. സാധാരണ നമ്മൾ കേക്കിൽ വയ്ക്കുന്നത് പോലെ ഒന്നും ക്രീം വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രീം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ലെവൽ ചെയ്യാം. ഓരോ ലെയറിലും ക്രീം വെച്ച ശേഷം തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 3 ലെയർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പാലൊരു കുപ്പിയിലേക്ക് ഒഴിച്ച ശേഷം ഇതുപോലെയാണ് വെറ്റ് ചെയ്യുന്നത്. വെറ്റ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പിശുക്ക് കാണിക്കാതെ നല്ല പോലെ വെറ്റ് ചെയ്തെടുക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. കേക്ക് എപ്പോഴും ഇതുപോലെ തന്നെ വെറ്റ് ചെയ്യണം. എന്നിട്ട് ക്രീം വയ്ക്കാം. നൈഫ് വെച്ചൊന്ന് ലെവൽ ചെയ്യാം. എന്നിട്ട് കുറച്ച് തേൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലൊരു തേനിൻ്റെ ടേസ്റ്റാണ്, ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ളൊരു കേക്കാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയർ വയ്ക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്യാം. 7 ലെയറും ഇതുപോലെ തന്നെയാണ് ഞാൻ വെറ്റ് ചെയ്തെടുത്ത് ഐസിങ് ചെയ്തെടുത്തത്. മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലൊന്നും ഐസിങ് ചെയ്യുന്നില്ല, ക്രീമൊന്നും തേക്കുന്നില്ല. സൈഡ് ഇതുപോലെ തന്നെ ഇരിക്കണം, അപ്പോഴാണ് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകുന്നത്. മുകൾ ഭാഗം മാത്രം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലെവൽ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. മുകളിൽ നമ്മൾ കേക്കിൻ്റെ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് ഞാനതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്. അതൊരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അരിപ്പയിലൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രംസ് ഒരുപോലെ തന്നെ വീഴും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെയാണ് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഷുഗർ ക്യാരമൽ ചെയ്തിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് കട്ട വെച്ചിട്ട് പേരും എഴുതിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.